ഇതാ ഈ കാണുന്നതാണ് ആ ബ്രിട്ടീഷുകാരൻ്റെ കല്ലറ കേട്ടോ. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു കല്ലറാണ് ഇത് കണ്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. നടുക്കൊരു കുരിശ് അതാക്കുന്നത്. നമ്മൾ അന്വേഷിച്ച് വന്ന ആ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഇതാട്ടോ. എൻ്റെ അമ്മ എത്ര വലുപ്പം നോക്കി ഇതുണ്ടോ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മറ്റുള്ളവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടോ തേയിലച്ചെടി, ചായച്ചെടി എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് ചായച്ചെടി. ഈ ഒരു ചായച്ചെടിൻ്റെ തോട്ടത്തിൻ്റെ ടീ പ്ലാന്റേഷൻ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ മൊത്തം ചായച്ചെടി തന്നെയാണ്, ഭാഗത്തേക്ക് മൊത്തം ഉണ്ട്. അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പുത്തുമല, വയനാട് ചൂരൽമല ആ ഒരു ഭാഗത്താണ്. ഇവിടെ വരാൻ കാരണം ഇവിടെ അടുത്ത് പണ്ടത്തെ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ട്. അതായത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു പ്രേത ബംഗ്ലാവ്. അതായത് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ബ്രിട്ടീഷുകാരൻ്റെ ഒരു കല്ലറ. അപ്പം അന്നത്തെ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ അടക്കം ചെയ്ത ഒരു കല്ലറ ഈ ഒരു മരൻ്റെ കുറച്ച് അവിടെ ഉണ്ട്. അതൊന്ന് ഫസ്റ്റ് നമ്മൾ കണ്ടിട്ട് ബംഗ്ലാവിലേക്ക് കാണാൻ പോട്ടോ. ഇതേ കുറച്ചുകൂടി പറച്ചുകൊണ്ടിട്ട് ചായ ഉണ്ടാക്കിയ ഗ്രീൻ ടീ എന്ന് പറയും അല്ലേ. ഇതൊരു മലയ്ക്ക് മേലായിട്ടുള്ളത്, മലയുടെ ടോപ്പിലാണ്. എന്താ ഈ കാണുന്നതാണ് ആ ബ്രിട്ടീഷുകാരൻ്റെ കല്ലറ കേട്ടോ. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു കല്ലറാണ് ഇത് കണ്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. നടുക്കൊരു കുരിശ് അതാക്കുന്നത്. നല്ല ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് തന്നെ അത് ഈ ഒരു കല്ലറ ഉണ്ടാക്കിയ കേട്ടോ. എന്തോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കണ്ടോ. ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എവിടെയോ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ. ഡേറ്റ് കാണുന്നില്ല അല്ലേ, ഉണ്ടോ? എത്രയാ അത്? ജൂൺ 1875. എൻ്റെ അമ്മ ഡെഡായത് ജൂൺ 10-ാം തീയതി 1875 ആണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ പേരെന്താണ് കറക്റ്റ് ആവുന്നില്ല. ഒക്കേറൻസ് ബൗമൻസ് എന്നാണ് പേര് കാണിക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ ഒരു കുരിശൊക്കെ വെച്ചിട്ട്. ഇതാണ് ആ ഒരു ബ്രിട്ടീഷുകാരൻ്റെ കല്ലറ കേട്ടോ. അപ്പോൾ ഈ അടുത്ത്, അതായത് ഈ ഒരു മലയ്ക്ക് മേലെ ഒരുപാട് ബ്രിട്ടീഷ് ബംഗ്ലാവുകളൊക്കെ പണ്ടത്തെ കാലത്ത്, അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന ആ കാലത്ത് ഒരുപാട് ബംഗ്ലാവുകളൊക്കെ അതുപോലെ തന്നെ കല്ലറകൾ, ഒരുപാട് സംഭവങ്ങൾ തന്നെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയാൽ ആ ഒരു ബംഗ്ലാവ് കാണാം. അപ്പോൾ ആരുമില്ല, ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് പോയി നോക്കാം കാണോ ഇല്ല എന്നുള്ളത് നമുക്ക് പോയി നോക്കിയാലേ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ ഇല്ല നമുക്ക് പോയി നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും? കയ്പ്പ്, പഞ്ചസാരയിട്ട് തിന്നണ്ടേ വരും.
ഇതിൻ്റെ അങ്ങോട്ട് ഫോറസ്റ്റാണ് അല്ലേ. ഇതാണ് ജണ്ട എന്ന് പറയുന്നത് സാധനത്തിന്. ഇതിനങ്ങോട്ട് ഫോറസ്റ്റ്. എത്ര മരക്ക് മേലാണ് നിൽക്കുന്നറിയോ. അതായത് ഇങ്ങനെ ഫോറസ്റ്റ്. ഒരു ജീപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട്. രണ്ട് സൈഡും ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ ഒത്ത നടുക്കാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ബംഗ്ലാവ് വരുന്നത്. ജീപ്പ് വരെ അങ്ങോട്ട് കയറുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ആ ഒരു സൈഡിലേക്കാണ് സാധ്യത അല്ലേ. നടന്ന് കോയി വണ്ടി കൊടുത്ത് കയറില്ലല്ലോ. വണ്ടി ഒരു വളവല്ലേ, അതിങ്ങനെ ഇങ്ങോട്ടുണ്ട് ഇവിടേക്ക്. ഇത്ര ദൂരം നടക്കാണ്ട് താഴെ വ്യൂ കാണുന്നില്ല. ഒരു ജീപ്പ് ആ ഗേറ്റൊക്കെ കാണുന്നുണ്ട്. അതാ മരത്തിന് മേലെ മലയണ്ണൻ അതാണ്ടോ. അതാ വരുന്നു ആ മലയണ്ണൻ. അതാ ഈ നോക്ക് ഇതുണ്ടോ എത്ര വലിപ്പം നോക്ക്. ആ ചാടി വാ. അതാണോ, അതാണ് മലയണ്ണൻ. എന്തോ ഒരു പഴയ ബിൽഡിങ്. അതായത് ഇതൊക്കെ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. ഇത്രയും മരക്ക് മുകളിലൊക്കെ ഉണ്ടാക്കാൻ കാരണം എന്താ പറയുക, ഇവിടെ നിന്നാണ് പല ഭാഗത്തേക്കും ഒരു ബൈനോക്കുലർ വെച്ചിട്ട് ഒരു ആൾക്കാരെ വീക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഇതൊക്കെ പഴയ ഒരു ബിൽഡിംഗ് ഉണ്ടോ, പൊളിഞ്ഞു പോയതാണ്. ഇതൊക്കെ മൊത്തം ഫോറസ്റ്റിന് നടുക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെന്താണ്, പണ്ടത്തെ ജയിലോ എന്താണ്, ആന വരെ ഉള്ളൊരു സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫുൾ കരിങ്കല്ലുണ്ടോ അല്ലേ, ഫുൾ കരിങ്കല്ലാണ് ഇത്. ഇതുണ്ടോ, ഇത് എൻട്രി ഉണ്ട് ഇവിടെ ഉള്ളിലേക്ക് പോകാനുള്ള. ഇതിൻ്റെ ഒക്കെ ഈ സാധനം ഇതെന്താ പറയുക, സിമെൻ്റ് അല്ല സുർക്കാന്നോ എന്തോ അത് പറഞ്ഞത്, സുർക്കിയോ എന്തോന്നോ. ഇതൊക്കെ ഒരു ഒരല് എന്താ പണ്ടത്തെ ഒരു ആട്ടുകല്ലായിരിക്കും അല്ലേ. ഒക്കെ തകർന്നറിയാം. ഒരു വൻമരം കണ്ടോ പൊള്ളായി കിടക്കുന്നു. ഈ ഒരു കാടിനുള്ളിലൊക്കെ തന്നെ പണ്ടത്തെ ആ നിർമ്മിതികളൊക്കെ കണ്ട് തന്നെ ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കണേ, പുലി വന്നാൽ ഓടിയാൽ മതി, അല്ല ഒന്നും ചെയ്യണ്ട, നമ്മൾ ആ നിന്നെടുത്താൽ മതി, ബാക്കിയൊക്കെ അവർ ചെയ്തോളും. വെറും കരിങ്കൽ കൂമ്പാരം മാത്രമാണ്. ഇത് വലിയൊരു ബിൽഡിംഗ് കേട്ടോ, പണ്ടത്തെ വലിയൊരു ബിൽഡിങ്ങാണ്, കരിങ്കല്ലുകൾ മാത്രം ഉണ്ടാക്കിയ. അതൊക്കെ തകർന്നു പോയതാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇത് റൂം, ഇത് റൂം കേട്ടോ, 2 റൂമുള്ള. എന്തോ ഫോറസ്റ്റിൻ്റെ എന്തോ സംഭവമായിരിക്കും അല്ലേ. ഇതുണ്ടോ വലിയ മരങ്ങളൊക്കെ ആ ഒരു ഇതിൻ്റെ നടുക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് നോക്ക്, ഇവിടെ എന്തോ ഒന്നുണ്ട്. അതായത് ഒരു ഗുഹ പോലെ. ഇതുണ്ടോ ഒരു ചാല്, ഇതുണ്ടോ, ഇതിങ്ങനെ അങ്ങോട്ട് അവിടെ ഉണ്ട്. ഇതെന്തോ ഒരു ഗുഹയാണിത്, എന്തോ ഒരു സംഭവമാണിത്. വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പിടിയാക്കും നമ്മളെ. അങ്ങോട്ട് പോകണ്ട, ബംഗ്ലാവ് വേണം ഫസ്റ്റ്. ഇതാടാ അത്. നമ്മൾ അന്വേഷിച്ച് വന്ന ആ ഒരു
ബ്രിട്ടീഷ് ബംഗ്ലാവ്. ഇതാട്ടോ. എൻ്റെ അമ്മ എത്ര വലുപ്പം നോക്കി. ഇതുണ്ടോ, ക്രിസ്മസ് ട്രീ ഫ്രണ്ടിൽ തന്നെ ഉണ്ടേ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കട്ടോ. പുറം ഭാഗം ഫസ്റ്റ് ഒന്ന് കാണാം. അത് കണ്ടോ, ഇതിങ്ങനെ ചുറ്റും ഞാൻ പോയിട്ട് കാണിച്ചു തരട്ടോ. അതായത് നേരത്തെ നമ്മൾ ഒരു കല്ലറ ഉണ്ടല്ലോ, ആ കല്ലറയൊക്കെ ഇവിടെ നിന്ന് ആൾക്കാരുടെ കല്ലറ കേട്ടോ. ഇവിടെ വന്ന് ജീവിച്ച ആൾക്കാരുടെ കല്ലറാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത്. അപ്പോൾ ഇതുണ്ടോ, ഇതൊക്കെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കരിങ്കല്ലുകൊണ്ട് ആണിത് ഫുള്ള് ഉണ്ടാക്കിയത്. ഇതുണ്ടോ, ഫുള്ള് കരിങ്കല്ലെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആ ഒരു കൊത്തുപണി വെട്ടിയെടുത്ത കരിങ്കല്ല് കണ്ടോ, എത്ര അടിപൊളിയാണെന്നറിയാം. ഇതിങ്ങനെ നടന്ന് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡാണ് ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. ആദ്യം ഞാൻ ഭാഗങ്ങളൊക്കെ തന്നെ ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ. ആന വരെ ഇറങ്ങുന്നുണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മരണാനെ കണ്ടില്ലേ, ഇതുണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയാൽ ഇതുണ്ടോ, ഒരുപാട് ഡിസൈൻ കാര്യങ്ങൾ, അക്കാലത്തുള്ള ആ ഒരു ഡിസൈൻ കാര്യങ്ങളും ഗ്ലാസ്സുകളൊക്കെ കണ്ടോ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാട്ടോ. ഇപ്പോഴും ഒരു കേടുമില്ലാണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇവിടെ എന്തോ ഒരു വർക്ക് നടന്നിരുന്നതെന്നാണ് പറഞ്ഞിട്ട്, റിസോർട്ടിൻ്റെ. അപ്പോൾ അത് ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിൻ്റെ തുണികളും കാര്യങ്ങളൊക്കെ ആണിത്. റിസോർട്ട് ആയിരുന്നു, അത് ഒഴിവായി പോയതാണ്. ഇപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് പോയി ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. അതിനുള്ളിൽ കയറുക എന്ന് പറഞ്ഞാൽ ഒരു പേടിപ്പെടുത്തുന്ന സംഭവമാണ്. ഉള്ളിൽ കയറിയുള്ള ആ ഒരു വിഷയം ഞാൻ കാണിച്ചു തരാം. എന്താ അറിയാം, അന്നത്തെ കാലത്ത് എത്രയോ വർഷങ്ങൾ, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബിൽഡ് ചെയ്തൊരു സ്ട്രക്ചറാണ്. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് മേലെ കൊണ്ടുവരും. അതൊക്കെ കറക്റ്റ് നമ്മൾ ചുണ്ണാമ്പ് കല്ലിൽ അന്നത്തെ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, സിമെൻറ്റും സുർക്കെല്ലാം കൂടി ചേർത്തുള്ള ഒരു മിശ്രിതത്തിൽ ഉണ്ടാക്കിയത്. ഇതാണ് കയറുമ്പോൾ തന്നെ അങ്ങോട്ട് കുറേ റൂമുകൾ കാണാം, ഇങ്ങോട്ട് ഒരു ഹാള് വരെ കാണാം. ഇത് വുഡാട്ടോ, ഇത് വുഡ്, തേക്കിൻ്റെ വുഡാണ്. അങ്ങനെ എന്തോ ഒരു വുഡാണത്. അത് കണ്ടോ, പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഈ ഡോറൊക്കെ ലോക്കാണ്, അത് ലോക്കാണ്. ഇപ്പം ഫ്രണ്ട് ആ ഏരിയയിലോട്ട് ഇത് കണ്ടോ, ഹാളിൽ ഇത്ര മനോഹരമായിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അതുപോലെ വേറെ റൂം കാണിച്ചു തരാം. ഈ ഡോറൊക്കെ സ്റ്റക്കായി കിടക്കാൻ ഇവിടെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു കേട്ടോ. അതായത് ഈ ഒരു കാണുന്ന സംഭവം അന്നത്തെ കാലത്ത് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടണലാണ്. അതായത് ഇതിൻ്റെ മേലെ കൂടെ ആവി കയറ്റിയിട്ട് എന്തോ ഒരു സിസ്റ്റം, ഇവിടെ വിറക് വെച്ച് കത്തിക്കുന്ന, അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഒരു ഹോളുണ്ട്, ആ ഒരു സിസ്റ്റമാണ് ഇത്. ഇങ്ങനത്തെ എല്ലാ റൂമിലും ഈ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, എത്ര മനോഹരമായിട്ടാണ്. നല്ല അന്നത്തെ കാലത്തുള്ള ആ ഒരു ടൈലല്ല, കല്ലുകൊണ്ട് ഉണ്ടാക്കിയ എന്തോ ഒരു സംഭവമാണ്. നിലത്തൊക്കെ പാകിയതല്ലോ, എന്താ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഒറ്റ വന്നാൽ പേടിച്ച് എന്തായാലും ഇവിടെ ബോധം കിട്ടി വീഴും. ഇതെന്താ വാഷ്റൂമാ, ടോയ്ലറ്റ് അല്ലേ. ഒരു വാഷ്റൂം ഉണ്ട്, വാഷിംഗ് ബേസിനുണ്ട്, കിടന്ന് കുടിക്കാനുള്ള സംഭവങ്ങളുണ്ട്. സായിപ്പന്മാരൊക്കെ അന്നത്തെ കാലത്ത് ഇതിങ്ങനെ നമ്മൾ വന്ന ആ ഒരു ഏരിയയിലൊക്കെ തന്നെ എത്തി. ഇതുപോലെ തന്നെ വേറെ പോയിട്ട് വേറെ ഒന്ന് കാണിച്ചു കേട്ടോ. ഇവിടെയുണ്ട് ഒരു ടോയ്ലറ്റ്. ഇവിടെ എന്തിനാണ് ടോയ്ലറ്റ്? ഇത്രയും തുറസായ സ്ഥലത്ത് ഒരു ടോയ്ലറ്റ്, കാറ്റുകൊണ്ട് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയത്. വേറെ സംഭവം കാണിച്ചില്ല. ഈ ഒരു സെക്ഷൻ ഉണ്ടോ, ഒരുപാട് റൂമുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണിത്. ഇതുണ്ടോ, ഇതൊരു റൂം. പിന്നെ ഇത് ചെറിയ റൂമാണോ? ഇതും വാഷ്റൂം തന്നെയാണ്. ഒരുപാട് വേസ്റ്റുകളാണ്. ആ റൂമൊന്നും തുറക്കാൻ പറ്റില്ല, അതൊക്കെ ലോക്കാണ്. അതൊക്കെ ചാവിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നത്തെ. എത്ര അടിപൊളിയായിട്ടെന്നറിയാം. പിന്നെ വേറെ റൂം കാണിച്ചാൽ
ഈ റൂമൊക്കെ തന്നെ ലോക്കാണ്. വാഷ്റൂം ഒരുപാടുണ്ട്. ഇതും ടോയ്ലറ്റ്, അതും ടോയ്ലറ്റ് എല്ലാം. ഇവിടെയൊക്കെ ഓട് കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇത് ശ്രദ്ധിച്ച് വേണം കയറാൻ. എന്താ സംഭവം അറിയില്ലല്ലോ, അവിടെ പേടിയാണ്. ഇത് കണ്ടോ ആ ഒരു സംഭവം ഇവിടെ ഈ റൂമിലും അങ്ങനത്തെ ചൂടുവെള്ളം ഉണ്ടാക്കുന്ന സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, പേടിപ്പിക്കല്ലേ ഒരു കട്ടിൽ. ഇതെന്തിനുള്ള ഇതെന്തിനുള്ള ഇനി വേറെ റൂം കാണിച്ചപ്പോൾ വേറെ റൂം കാണിച്ചാ. ഇതെന്താണ്, ഒരു ഇരുട്ട് റൂമാണ്, ഒരു ഇരുട്ടറ. ശരി, അത് ശരി. ഇരുട്ടുന്നുള്ളിൽ പാമ്പാന്ന് വിചാരിച്ചിട്ടാണ് കിടക്കുന്നത്. ഷട്ടിലൊക്കെ ഉണ്ടതാ കളിക്കാൻ. സായിപ്പന്മാർ കളിക്കാനാണോ അതോ ഇവിടെയുള്ള ജോലിക്കാർക്ക്? ഞാൻ വെച്ചത് പാമ്പാണ്. LED ലൈറ്റൊക്കെയാണ്. ഈ റൂമിലാണ് ഇതിൻ്റെ ഫുൾ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ ഗോഡൗൺ ആണ് കേട്ടോ. ഇത് ഒരുപാട് സാധനങ്ങൾ. ഇതന്നെ കരിങ്കല്ലാണ് ഈ വെച്ചേക്കുന്നത്, ഫുള്ള് കരിങ്കല്ലിലാണ് കിട്ടിയത്. പിന്നെ എങ്ങനെ നിലനിൽക്കാലത്ത് വർഷങ്ങളോളം നിൽക്കും. ഇനിയും നേരത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ, ഒരുപാട് നല്ല സ്ട്രോങ് തന്നെ കേട്ടോ അത് നിർമ്മിച്ച്. ഫാന് എക്സോസ്റ്റ് ഫാനാണ് ബാത്റൂമിൻ്റെ. എന്തൊക്കെയോ സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ കൂട്ടിയിട്ടുണ്ട്. എന്താണെന്നുള്ളത് അന്നത്തെ കാലത്ത് ചേറും ചൂരലുണ്ടത്, ചൂരലുകൊണ്ടാണ് ചേറ്. അതിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവും, ഓടിക്കും നമ്മൾ. പാമ്പൊക്കെ ഉണ്ടാവും. പോരെ. അതെന്താ അറിയോ, ബ്രിട്ടീഷുകാർ സിഗരറ്റ്. ഇവിടെ ഒരു റൂമുണ്ട്, തുറക്കാത്ത റൂമുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് എവിടെയാണെന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല. അതാന്ന് തോന്നിട്ടോ, ആ റൂമെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകാൻ എന്തെങ്കിലും വേണ്ടെന്ന് തോന്നുന്നു. തുറക്കാത്ത റൂമിൽ കയറാന്നുള്ളതാണ് നമ്മൾ ടാസ്ക്. ഒരു എന്താ പറയുക, ആ ഒരു റിസ്ക് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ റൂമിലേക്ക് ഒന്ന് കയറി നോക്കണേ, എവിടെയാണ് പോവാന്ന്, ഏത് വഴി പോകാം അങ്ങോട്ട്. ഇതുവഴി പോയാൽ കിട്ടുമോ? ഇതൊക്കെ എന്താണ് സംഭവം എന്നുള്ളത്. ക്രിസ്മസ് കഴിഞ്ഞ വർഷത്തേക്ക്. എടാ ഇത് ക്രിസ്മസ്, ഇതാ സാന്റാക്ലോസിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ കണ്ടതാണ് അല്ലേ, നമ്മൾ കണ്ടു. ഇതുണ്ടോ ഈ ഡ്രസ്സ് ഈയിടോ കണ്ടു പരിചയമുണ്ടോ? അവിടെ കുറെ ഗ്ലാസ് ഉണ്ടല്ലോ. ഇതാണ് മക്കളെ ബ്രിട്ടീഷ് ബംഗ്ലാവ്. അപ്പോൾ ഇതിന് ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചു കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടൂടെ കാണിച്ചു തരാം. ഇതെന്താണ് ഈ ഒരു മെഷീൻ? എന്താ ചൂടുവെള്ളത്തിലായിരിക്കണം. പെയിൻ്റൊന്നുമല്ല, കുറേ വാൽവും കാര്യങ്ങളുണ്ട്. ഇതെന്താന്നുള്ളത്? അത് പെയിൻ്റാണ്. എന്തോ സംഭവം. ബാക്കി പിന്നെ കുറേ ബിയറും കുപ്പിയുണ്ട്. അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവില്ല. അതൊന്നും എടുക്കണ്ട. ഇവിടെ എന്തോ ക്രിസ്മസിൻ്റെ ഇവിടെ ഉണ്ടോ വേറൊരു റൂമല്ല, ഇത് ഇഷ്ടികയാണ് കേട്ടോ. ചുടുകെട്ടാന്ന് പറയുക.
ഒരു വട്ടമാണ്. കുറേ ഇവിടെ കുറേ തകർന്ന വിട്ടാട്ടൊന്നും ഉണ്ടോ റൂഫും കാര്യങ്ങളൊക്കെ തന്നെ. കുറേ ആൾക്കാരവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണാൻ അടിപൊളി ഒരു വ്യൂ കേട്ടോ. അത് കരിങ്കല്ല് കൊണ്ട് ഉള്ള ആ ഡിസൈനും കാര്യങ്ങളൊക്കെ. റൂഫ് കുറേ തകർന്ന വിട്ടാണ്. അപ്പോൾ എത്ര റൂം കയറി എനിക്ക് തോന്നുന്നുണ്ട്. എത്ര റൂമാണ്? ആ ഒരുപാട് റൂമായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരും തൽക്കാലത്തേക്ക് പറയുന്നു. ബൈ ബൈ.